പ്ലാസ്റ്റിക് കണ്ടെയ്നർ യൂസ് ചെയ്തിട്ട് നമുക്കിന്ന് അടിപൊളി ഒരു ഡൈ പ്ലാന്റർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ക്ലേയുടെ കണ്ടെയ്നറാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസാണ്. അതിനകത്ത് നിന്നും നമുക്ക് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോ കാണിക്കുന്ന വിധം വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, പക്ഷേ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണ്ടെയ്നറിന് മുകളിലായിട്ട് ഇത്തിരി ഗം യൂസ് ചെയ്തിട്ട്, ഞാൻ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായാലും മതി. ഫെവിക്കോളാണ് യൂസ് ചെയ്തതെങ്കിൽ കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. ഇങ്ങനെ നമ്മൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമ്മളൊന്ന് വച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു പാർട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് അടുത്ത പീസുകൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഏറ്റവും മുകളിൽ വരെ നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ അക്രിലിക് പെയിന്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പെയിന്റ് ചെയ്യുന്നത് പുറത്തല്ല, ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തായിട്ടാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും അടിഭാഗത്തായിട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ വരുന്ന ആ ഒരു പാർട്ടിൽ ചുറ്റും നമ്മളൊന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് കളർ പുറത്തുകൂടെ നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നല്ല നീറ്റും ഉണ്ടാവും. പുറത്ത് ചെയ്യുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ വളരെ ആദ്യം ചെയ്യാത്തത് കൊണ്ട് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് പുറത്ത് കാണുകയും ചെയ്യും, നല്ല നീറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 2-3 തരം കളറ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ ചെയ്തു, പിന്നെ യെല്ലോ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന കളേഴ്സ് താഴെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഓറഞ്ച്, പിന്നെ ഒരു കോഫി ബ്രൗൺ, പിന്നെ ഒരു റെഡ് പോലെ, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ചെയ്ത് നോക്കാം. ചെയ്ത് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭംഗിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ആദ്യം യെല്ലോ ചെയ്തു, പിന്നെ ഓറഞ്ച് ചെയ്തു, പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ബ്രൗൺ ആണ്, നല്ല ബ്രൗൺ ആണ് പിന്നെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു റെഡ് കളർ, ഏകദേശം ഒരു റെഡ് പോലെ വരുന്ന ഒരു കളറാണ് ഏറ്റവും താഴെ ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ യെല്ലോ വേണ്ടായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് ലാസ്റ്റ് ചെയ്ത് ആ ഒരു കളർ, ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ യെല്ലോയുടെ മുകളിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നു. പിന്നെ എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടണോ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുന്നു. ഇത്ര മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വെക്കുകയോ മറ്റോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് വോളിൽ ഹാങ് ചെയ്തിടുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് വോളിൽ ഹാങ് ചെയ്തിടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാനിത് വോളിൽ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏതായാലും ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയെന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.